വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന ക്വിസ് കോമ്പറ്റീഷനിലെ പ്രധാന ചോദ്യങ്ങളുടെ സെക്കൻഡ് പാർട്ട് വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ദൂരം എത്ര? ഉത്തരം 15 കോടി കിലോമീറ്റർ. 1 astronomical unit. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏത്? ഉത്തരം സൂര്യൻ. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം? ഉത്തരം ബുധൻ. സൂര്യനിൽ നിന്നും ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏത്? ഉത്തരം നെപ്റ്റ്യൂൺ. ഏറ്റവും വലിയ ഗ്രഹം ഏത്? ഉത്തരം വ്യാഴം. വലയങ്ങളുള്ള ഗ്രഹം ഏത്? ഉത്തരം ശനി. നീലഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത്? ഉത്തരം ഭൂമി. ഏറ്റവും വലിയ ഉപഗ്രഹം ഏത്? വ്യാഴത്തിന്റെ ഉപഗ്രഹമായിട്ടുള്ള ഗാനിമീഡാണ് ഏറ്റവും വലിയ ഉപഗ്രഹം. ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപഗ്രഹം ഏത്? ശനിയുടെ ഉപഗ്രഹമായിട്ടുള്ള ടൈറ്റാൻ. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ ഒളിമ്പസ് മോൺസ് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏത്? ഉത്തരം ചൊവ്വ. ചൊവ്വ ഗ്രഹം ചുവന്നിരിക്കാൻ കാരണം എന്ത്? ഉത്തരം അയണിന്റെ സാന്നിധ്യം. ചന്ദ്രന്റെ പ്രകാശത്തിന് കാരണം എന്ത്? ഉത്തരം സൂര്യന്റെ പ്രകാശം തട്ടി പ്രതിഫലിക്കുന്നത് കൊണ്ട്. ഭൂമിയിൽ രാവും പകലും ഉണ്ടാവുന്നത് എന്തുകൊണ്ട്? ഉത്തരം ഭൂമിയുടെ ഭ്രമണം മൂലം. നക്ഷത്രങ്ങൾ തമ്മിലുള്ള അകലം പറയുന്ന യൂണിറ്റ് ഏത്? ഉത്തരം പ്രകാശവർഷം. സൗരയൂഥത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഗ്രഹം ഏത്? ഉത്തരം പ്ലൂട്ടോ. അമേരിക്കയുടെ ചാന്ദ്ര ഗവേഷണ പദ്ധതിയുടെ പേര് എന്ത്? ഉത്തരം അപ്പോളോ മിഷൻസ്. കറുത്ത വാവിനും വെളുത്ത വാവിനും ഇടക്കുള്ള ദിവസങ്ങൾ എത്ര? ഉത്തരം 14. ബഹിരാകാശത്ത് എത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആര്? ഉത്തരം കൽപ്പന ചൗള. കൽപ്പന ചൗള സഞ്ചരിച്ച ബഹിരാകാശ പേടകം ഏത്? ഉത്തരം കൊളംബിയ. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം താമസിച്ച ഇന്ത്യൻ വനിത ആര്? ഉത്തരം സുനിത വില്യംസ്. ദൂരെയുള്ള വസ്തുക്കളെ അടുത്ത് കാണിക്കുന്ന ഉപകരണം ഏത്? ഉത്തരം ടെലസ്കോപ്പ് അഥവാ ദൂരദർശിനി. ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത് ആര്? ഹാൻസ് ലിപ്പർഷെ. ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് കാൾ സാഗൻ. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് ആര്? വിക്രം സാരാഭായ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ട. സൗരയൂഥം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര്? കോപ്പർനിക്കസ്. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ VSSC സ്ഥിതി ചെയ്യുന്ന സ്ഥലം? തുമ്പ, തിരുവനന്തപുരം. കേരളത്തിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏത്? വിക്രം സാരാഭായ് സ്പേസ് സെന്റർ. നാം അധിവസിക്കുന്ന ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹമാണ് ചന്ദ്രൻ. ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള അകലം എത്രയാണ്? 3,84,400 കിലോമീറ്റർ. ചന്ദ്രനിൽ വസ്തുക്കളുടെ ഭാരം എത്രയാണ്? ഉത്തരം ഭൂമിയിൽ അനുഭവപ്പെടുന്നതിന്റെ 1/6. ഒരു മാസത്തിൽ രണ്ടാമതായി കാണപ്പെടുന്ന ചന്ദ്രന് പറയുന്ന പേര് എന്ത്? ബ്ലൂ മൂൺ, നീലചന്ദ്രൻ. ഏറ്റവും വലിയ രണ്ടാമത്തെ ഗ്രഹം ഏത്? ഉത്തരം ശനി. സൗരയൂഥത്തിലെ എത്രാമത്തെ ഗ്രഹമാണ് ഭൂമി? ഉത്തരം 3. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഈ ഒരു ഓർഡറിലാണ് ഗ്രഹങ്ങൾ ഉള്ളത്. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ ഉള്ള ഗ്രഹം ഏത്? ഉത്തരം ശനി. പച്ചഗ്രഹം എന്നറിയപ്പെടുന്നത് ഏത് ഗ്രഹം? ഉത്തരം യുറാനസ്. ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ
1 വിക്ഷേപിച്ചതെന്ന്? ഉത്തരം 2008 ഒക്ടോബർ 22. ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര ദൗത്യമായ ചാന്ദ്രയാൻ 2 വിക്ഷേപിച്ചതെന്ന്? ഉത്തരം 2019 ജൂലൈ 22. ചാന്ദ്രയാൻ 3 വിക്ഷേപിച്ചതെന്ന്? ഉത്തരം 2023 ജൂലൈ 14. ലാൻഡർ വിക്രം, ലോവർ പ്രഗ്യാൻ. ഇപ്പോഴത്തെ ISRO ചെയർമാൻ ആര്? ഉത്തരം വി നാരായണൻ. ചൈനീസ് ബഹിരാകാശ ഗവേഷണ സഞ്ചാരികൾ അറിയപ്പെടുന്നത് ഏതു പേരിൽ? ഉത്തരം ടൈക്കോനട്സ്. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ എത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ? ഉത്തരം ശുഭാംശു ശുക്ല. ഇന്ത്യയുടെ രണ്ടാമത്തെ ബഹിരാകാശ യാത്രികനായി 2025 തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആര്? ഉത്തരം ശുഭാംശു ശുക്ല. ശുഭാംശു ശുക്ല ബഹിരാകാശ യാത്ര നടത്തിയത് ഏത് ദൗത്യത്തിന്റെ ഭാഗമായാണ്? ഉത്തരം ആക്സിയം 4. ശുഭാംശു ശുക്ല ബഹിരാകാശ യാത്ര പുറപ്പെട്ട റോക്കറ്റ് ഏത്? ഉത്തരം സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9. യാത്രാവേളയിൽ ശുഭാംശു ശുക്ല ഇന്ത്യക്കാരോട് പറഞ്ഞതെന്ത്? ഉത്തരം എന്റെ ചുമലിലെ ത്രിവർണം എന്നോട് പറയുന്നു, ഈ യാത്രയിൽ ഞാൻ ഒറ്റയ്ക്കല്ല, നിങ്ങളോടൊപ്പമാണ്. ജയ് ഹിന്ദ്, ജയ് ഭാരത്. മനുഷ്യന് ചെറിയ കാൽവെപ്പ്, മാനവരാശിക്ക് വൻ കുതിച്ചുചാട്ടം. ഇതാരുടെ വാക്കുകളാണ്? നീൽ ആംസ്ട്രോങ്. അപ്പൊ കൂട്ടുകാരെ, ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട 51 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. 31 ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള ചാന്ദ്രദിന ക്വിസ് വീഡിയോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ സ്ക്രീനിൽ നൽകിയിട്ടുണ്ട്. സ്കൂളുകളിൽ നടക്കുന്ന ക്വിസ് കോമ്പറ്റീഷന് നിങ്ങൾക്ക് ലഭിക്കുന്ന പോയിന്റ്സ് കമന്റ് ആയി രേഖപ്പെടുത്തുവാൻ മറക്കരുത്. അപ്പൊ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.